Hi friends, welcome back to Shaniz Cookinlab. ഇന്ന് ഞാൻ ഒറിജിനൽ വനില സ്വിസ് റോൾ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഫ്രോസ്റ്റിംഗ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഞാനിവിടെ ടോഫിയാണ് ചെയ്യുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണേ. സ്വിസ് റോളിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ഷുഗർ, അത് നമ്മൾ ആദ്യം സ്പ്ലിറ്റ് ചെയ്തിട്ട് 1/4 കപ്പ് ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. അത് ഞാൻ സ്വിസ് റോൾ ഉണ്ടാക്കുമ്പം പറഞ്ഞുതരാം. പിന്നെ വേണ്ടത് 1/2 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടർ ഓയിൽ മതി, 2 ടേബിൾ സ്പൂൺ പാല്, 4 മുട്ട യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എഗ് യോക്കിലേക്ക് നേരത്തെ എടുത്തു വെച്ച 1/2 കപ്പ് പഞ്ചസാരയിൽ നിന്ന് 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും സൺഫ്ലവർ ഓയിലും 2 ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 1/2 കപ്പ് മൈദ സ്ട്രെയിൻ ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈദ ചേർത്ത് കൊടുത്ത് നമുക്കിവിടെ നന്നായി ഒന്ന് ലംസൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, വിസ്ക് യൂസ് ചെയ്ത് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ എഗ് യോക്ക് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ എഗ് വൈറ്റ് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ഫോമി ടെക്സ്ചർ ആയാൽ നമ്മുടെ ബാക്കി 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നല്ല തിക്കാവുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച എഗ് യോക്ക് മിക്സിലേക്ക് നമ്മുടെ എഗ് വൈറ്റ് കുറേശ്ശായി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പാർട്ടായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കാൻ പാടില്ല. മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കണം, ശക്തിയിൽ മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് നമ്മുടെ എഗ് യോക്കിലേക്ക് മുഴുവനായും നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പാച്ചുല യൂസ് ചെയ്ത് കേക്ക് ബാറ്റർ എല്ലായിടത്തും ഈവനായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കേക്ക് ബാറ്റർ ഞാനിവിടെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 180 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച അവനിൽ ഒരു 15 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ട്രേയിലേക്ക് പൗഡർഡ് ഷുഗർ സ്ട്രെയിൻ ചെയ്ത് വെച്ചെടുക്കണം. ഇതിന് മുകളിലാണ് നമ്മൾ കേക്ക് വെക്കാൻ പോകുന്നത്. ഇനി ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ടോഫി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ടോഫി ഫ്ലേവർ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊരു മീഡിയം ഫ്ലേവറാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ ടോഫി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് നമ്മുടെ ഫ്രോസ്റ്റിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രോസ്റ്റിംഗ് ഈ സ്വിസ് റോളിന് വേണ്ടിയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഷുഗർ സ്പ്രെഡ് ചെയ്ത ബേക്കിംഗ് പേപ്പറിലേക്ക് ഞാൻ സ്വിസ് റോൾ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി. ഇനി നമുക്ക് നമ്മുടെ ഫ്രോസ്റ്റിംഗ് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് പതുക്കെ റോൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഷുഗർ പൗഡർ സ്ട്രെയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു ബേക്കിംഗ് പേപ്പർ യൂസ് ചെയ്തിട്ട് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 3 to 4 hours അല്ലെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഒറിജിനൽ വനില സ്വിസ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും തീർച്ചയായും നിങ്ങൾ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് മുന്നേ ഞാനൊരു പംകിൻ സ്വിസ് റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ബൈ, സീ യു ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.